ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പുതുവർഷമാവട്ടെ ഈ 2025 എല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നവവത്സര ആശംസകൾ. ഇന്നലെ വൈകുന്നേരം ന്യൂ ഇയർ ഈവ് ആഘോഷിക്കാൻ ഞങ്ങൾ പോയത് തൃശ്ശൂർ ജില്ലയിലെ പുള്ള് എന്ന മനോഹരമായ ഗ്രാമത്തിലെ ഐലൻഡ് ടേസ്റ്റ് എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ ഒരു 6 മണി സമയത്ത് ഞങ്ങളവിടെ എത്തിയായിരുന്നു. അപ്പോൾ വൈകുന്നേര സമയത്തെ മനോഹരമായ കാഴ്ചകളും അതേപോലെ ന്യൂ ഇയർ ഈവിൻ്റെ ആ ഒരു ബുഫയ്ക്ക് മുമ്പുള്ള ആ ഒരു സെറ്റിങ്സ് നമുക്ക് കണ്ടിട്ട് വരാം. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ചിക്കൻ ബോൾസ് ഒക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ബുഫേക്കുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു കിച്ചണിനകത്തുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ചൂട് കള്ളപ്പമാണ് ഈ ചുറ്റുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ഇപ്പോൾ ഒരു 7 മണിയായി, ഇപ്പോൾ രാത്രി സമയമായി. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാമായി നമ്മുടെ റെസ്റ്റോറൻറ്റ് അതിമനോഹരമായിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്നെടുത്തൊരു വ്യൂ ആണ് കേട്ടോ. ഇതാ നോക്കൂ, ഐലൻഡ് ടേസ്റ്റ് റെസ്റ്റോറൻറ്റ്. ഇത് IT ഫുഡ് ഹബ് എന്നാണ് അറിയപ്പെടുന്നത്. പുള്ള് എന്ന സ്ഥലത്താണ് ഈ മനോഹരമായ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പം നമുക്ക് അകത്തേക്ക് കയറാം. അതിൻ്റെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. ഇതിൻ്റെ സൈഡിൽ കൂടി നല്ല മനോഹരമായൊരു കുഞ്ഞു തോട് പോലെ പോകുന്നുണ്ട്. അതിൽ താമരകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ലൈറ്റിങ്സും കാര്യങ്ങളും എല്ലാമാണ്. ന്യൂ ഇയർ ഈവിൻ്റേതായ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ അതിമനോഹരമായി തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ ആ ഒരു എൻട്രൻസിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഈ ഒരു പാലം പോലെ കണ്ടോ, അതിൻ്റെ താഴത്തുകൂടിയാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു മനോഹരമായ ആ തോട് ഒഴുകുന്നത് കേട്ടോ. നിറയെ നക്ഷത്രങ്ങളും ഇലുമിനേഷൻ ബൾബും കൊണ്ട് അലങ്കാരഭരിതമാണ് നമ്മുടെ ഈ റെസ്റ്റോറൻ്റ് എന്ന്. ഒരു ന്യൂ ഇയറിനെ എങ്ങനെ വരവേൽക്കാം, അതിനേക്കാളും മനോഹരമായിട്ടാണ് ഇവിടുത്തെ അലങ്കാരങ്ങൾ, അതേപോലെ തന്നെ കാഴ്ചകളും. അപ്പോൾ ഈ സുന്ദരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇവിടെ ലൈവായിട്ട് മ്യൂസിക്കൽ പരിപാടി നടക്കുവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ തന്നെ അടിപൊളി പാട്ടുകളാണ് ഇവിടെ കേൾക്കുന്നത്. പക്ഷെ നമുക്ക് പാട്ടുകൾ ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മുടേതായ മ്യൂസിക് ഇട്ടിരിക്കുന്നത്. ശരിക്കും നല്ല മലയാളം, തമിഴ്, ഹിന്ദി എന്താ വേണ്ട, നമ്മൾക്ക് കാട്ടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ല അടിപൊളി പാട്ടുകളാണ് ഇവിടെ ഇപ്പോൾ ലൈവായിട്ട് മ്യൂസിക്കൽ പരിപാടിയിൽ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വൈബ്സ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും. മനോഹരമായ കുറേ പൂക്കളുകളും ഇവിടെ ഉണ്ട് കേട്ടോ. പൂക്കൾ പോലും ഈ ഒരു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കാരണം പാട്ടിനനുസരിച്ചിട്ട് ഇളം കാറ്റിൽ ആ പൂക്കൾ പോലും നന്നായിട്ട് ആടുന്നത് കാണുമ്പോൾ ശരിക്കും അവർക്കൊരു ന്യൂ ഇയർ ആണോ എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട് ഈ റെസ്റ്റോറൻറ്റിന്. ഇതിൻ്റെ ബാക്കിലോട്ട് ഒരുപാട് സ്ഥലമാണ്. ശരിക്കും ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിറയെ പാടശേഖരങ്ങളാണ്. അപ്പോൾ ആ ഒരു ഭംഗിയെല്ലാം നമുക്ക് വേറൊരു ദിവസം പകൽ സമയത്ത് ഇവിടെ വന്ന് നമുക്കത് കാണാം. അതേപോലെ തന്നെ ലൈവായിട്ടുള്ള ജ്യൂസ് കൗണ്ടേഴ്സും ഇവിടെ ഒരുപാടുണ്ട്. ഇതാ നല്ല അടിപൊളി പാട്ടാണ് കേട്ടോ അവിടെ ലൈവായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ന്യൂ ഇയർ ഡേ വരവേൽക്കാനായിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകഭാഗം നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ചും ഇതിനകത്ത് ഒരുപാട് സ്ഥലം ഇതിൻ്റെ റെസ്റ്റോറൻറ്റിനുണ്ട്. അപ്പോൾ ആ ഭാഗമെല്ലാം ലൈറ്റ് കൊണ്ട് അലങ്കാരഭരിതമായി തീർത്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ ഒരു ലൈവ് മ്യൂസിക് ബാൻഡ് കൂടി ആയപ്പോൾ
ന്യൂ ഇയർ ഈവ് അങ്ങനെ അടിച്ച് പൊളിച്ചു കേട്ടോ. ഇവിടെ ലൈവ് മ്യൂസിക് നടക്കുന്ന ഒരു സ്റ്റേജ് കണ്ടോ, അത് പാർട്ടീസ്, അതായത് ബർത്ത്ഡേ പാർട്ടീസ്, അതുപോലെ ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ജ്യൂസ് കൗണ്ടർ കൂടിയുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാണ്. നമുക്ക് ഫുഡ് അവിടെ നിന്ന് വാങ്ങിച്ച് ആ സൈഡിൽ തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള അടിപൊളി സജ്ജമായ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഇന്നലെ ന്യൂ ഇയർ ഈവ് ആഘോഷിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ സിന്ധു ഭൈരവി മാമിനെ കണ്ടായിരുന്നു. അപ്പോൾ മാമിൻ്റെ കൂടെ ഒരു ഫോട്ടോയും കൂടി ഞാൻ എടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിലേക്കുള്ള സ്പേസ് ആണ്. ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു IT ഹബ്ബാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടൗൺഷിപ്പാക്കി എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇവിടെയുള്ള ഭാരവാഹികൾ. അപ്പോൾ അതിമനോഹരമാണ്. ബാക്കിലേക്കുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു പ്രത്യേകത റിസോർട്ട് ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സ്പേസ് ഉള്ളത് കൊണ്ട് ഒരു ടൗൺഷിപ്പിന് പറ്റിയ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ബാക്കിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ഫുട്ബോൾ കോർട്ട്, അതുപോലെ തന്നെ റിസോർട്ട്സിന് പറ്റിയ തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ സജ്ജമാക്കുന്നത്. നമ്മുടെ മ്യൂസിക് ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡ് പാട്ടുകളും അതുപോലെ 1980s-ലെയും 1990s-ലെയും ഒക്കെ സുന്ദരമായ പാട്ടുകളും എല്ലാം ഇവിടെ തകർത്ത് പാടുകയാണ് കേട്ടോ നമ്മുടെ മ്യൂസിക്കൽ ബാൻഡ് ഷോയിൽ. അപ്പോൾ ഈ ബുഫേയിൽ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ. ആദ്യം കുക്കുംബർ ലൈമാണ്, പിന്നെ വാട്ടർമെലൺ, പ്ലം കേക്ക് സ്ലൈസ്, ഗ്രേപ്പ് വൈൻ, ഇതെല്ലാമാണ് ഫസ്റ്റ് റോയിലുള്ളത്. പിന്നെ ഇത് ഇങ്ങനെ സൈഡിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ സൂപ്സിൻ്റെ കോർണേഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ടൈമായി. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഈവിൻ്റെ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. ഇത് സൂപ്സാണ്. നമുക്കിവിടെ ഉള്ളത് ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ് ഉള്ളത്. പിന്നെ ഇത് കൂടാതെ റോസ്റ്റഡ് വെജ് സൂപ്പ്, 2 സൂപ്പാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് റോസ്റ്റഡ് വെജ് സൂപ്പാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ ബോൾസ് ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ ആയിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ ഈ ഒരു പോപ്കോൺ ചിക്കൻ, അതുപോലെ ചിക്കൻ ബോൾസ് ഒക്കെ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പം ഞാനും ഒന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ എടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒരു സിപ്പ് അങ്ങോട്ട് കുടിച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് ബുഫേയിലെ ബാക്കി ഐറ്റംസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ എഗ് മട്ടർ ബുർജി ഉണ്ട്. നമുക്ക് ജസ്റ്റ് ബുഫേയിലെ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാം. എഗ് മട്ടർ ബുർജിയാണിത്. പിന്നെ ക്രിസ്പി ഫ്രൈഡ് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. പിന്നെ കള്ളപ്പമാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു അവിടെ കള്ളപ്പം അങ്ങനെ തട്ടിൽ ചുട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലായിരുന്നോ? ആ കള്ളപ്പം. പിന്നെ പൊറോട്ട. പിന്നെ ഇത് ഡക്ക് റോസ്റ്റ് ആണ്. പിന്നെ കപ്പ കുഴച്ചത്, കപ്പയും മീൻകറിയും ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പയും മീൻകറി. അപ്പോൾ കപ്പ കുഴച്ചത്, പിന്നെ ഇത് കൂടാതെ അയില മുളകിട്ടത്, അതാണ് കപ്പയുടെ കോമ്പിനേഷനായിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ചമ്മന്തി കേട്ടോ, നല്ല കാന്താരി മുളകൊക്കെ ഇട്ട് അരച്ച ചമ്മന്തി. പിന്നെ ഇത് പുലാവാണ്, വെജ് പുലാവ്. പിന്നത്തത് സിംഗപ്പൂർ ന്യൂഡിൽസ്. പിന്നെ അച്ചായൻസ് ബീഫ് കറി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബട്ടർ ചിക്കൻ മസാല. പിന്നെ വെജ് ഷാഹി കുറുമ. പിന്നെ ഇത് കടായി വെജിറ്റബിൾസ് ആയിരുന്നു. പിന്നെ ഇതെല്ലാം നമ്മുടെ സാലഡ്സിൻ്റെ സെക്ഷനാണ്. സാലഡ്സ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നല്ല സാലഡിൻ്റെ കളക്ഷൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ബുഫേയിലെ മെയിൻ കോഴ്സ് ഫുഡുകൾ. ഡെസേർട്ട് സൈഡ് അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഈവിൻ്റെ ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഡെസേർട്ട് സൈഡ് ഉണ്ടായിരുന്നത് പൈനാപ്പിൾ പുഡിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം ആയിരുന്നു. ഇത് ഫ്രൂട്ട് സാലഡാണിത്, ഐസ്ക്രീം സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ നമുക്കതങ്ങനെ ഐസ്ക്രീം എടുത്തിട്ട് അതിന് മുകളിൽ ഫ്രൂട്ട് സാലഡ് ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ ഇതെല്ലാമായിരുന്നു. പിന്നെ ചായ കാപ്പി അത് അപ്പുറത്തെ സൈഡിൽ അതുമുണ്ട്.
നല്ല ഇളം കാറ്റിൽ ന്യൂ ഇയർ ഈവിൻ്റെ അടിപൊളി ഭക്ഷണം നല്ല മ്യൂസിക്കൽ ബാൻഡിൽ അങ്ങനെ കഴിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. ഞാൻ നോക്കൂ, ഇങ്ങനെ വാട്ടർമെലണൊക്കെ ഇങ്ങനെ ഒരു സ്കൂപ്പായിട്ട് നല്ല ഭംഗിയാണ് അല്ലേ ആ സാലഡിൽ അങ്ങനെ വെച്ചേക്കുന്ന കാണാനായിട്ട്. അപ്പോൾ നല്ലൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ന്യൂ ഇയർ ഈവ് ലൈറ്റ് നല്ല ഇതേപോലത്തെ നല്ല ലൈറ്റിൽ നല്ല നല്ല ബൾബിൻ്റെയും അതുപോലെ പല കളറുള്ള ഇലുമിനേഷൻ ബൾബ്സിൻ്റെയൊക്കെ ലൈറ്റിൽ ഇളം കാറ്റിൽ നല്ല മ്യൂസിക്കൽ ബാൻഡിൽ ഇതുപോലെ അടിപൊളി ബുഫേ ഒരു ന്യൂ ഇയർ ഈവിനെ കഴിച്ചു കേട്ടോ. അങ്ങനെ ന്യൂ ഇയർ ഈവ് നല്ല അടിച്ച് പൊടിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാ നമുക്ക് എന്നാൽ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തതാണ് കേട്ടോ, ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ എടുത്തതാണ്. അപ്പം ഞാനും എടുത്തു ഫുഡെല്ലാം, അപ്പോൾ അതൊക്കെ എടുത്തു. അപ്പോൾ ഇതാ കഴിച്ചു. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്നത് വി ലവ് പുള്ള് എന്ന് പറയുന്ന ഒരു ഭംഗിയുള്ള ഒരു സീനറി, ഒരു സ്ക്രീൻ പോലെ ആ ഒരു സീനറി വെച്ചിട്ടുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ തന്നെ. അതിൻ്റെ സൈഡിൽ കൂടി ഒഴുകുന്ന ആ ഒരു തോടിൽ ഇതേപോലെ താമരപ്പൂക്കളുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് ഇവിടെ താമരപ്പൂക്കൾ അധികം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തിരി രാത്രി ആയില്ലേ, അപ്പോൾ താമരയൊക്കെ അങ്ങോട്ട് ചുരുങ്ങിപ്പോയി എന്ന് തോന്നുന്നു. ഇതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫുൾ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ന്യൂ ഇയർ ഈവ് മനോഹരമായി അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ നവവത്സരാശംസകൾ ഞാൻ എല്ലാവർക്കും വിഷ് ചെയ്യുവാണ്. അപ്പോൾ വിഷിങ് യു ഓൾ എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ.